ഇന്ന് ഞാൻ എൻ്റെ വല്യമ്മൻ്റെ വീട്ടിൽ പോവാട്ടോ. ഞാൻ മാത്രമല്ല, ഏട്ടനും ചേച്ചിയും മക്കളും എല്ലാവരും ഉണ്ട്. ഏട്ടൻ്റെ വീട് കൂടി ആട്ടോ അത്. ഏട്ടൻ്റെ വല്യമ്മൻ്റെ മോനാണ്. അങ്ങനെ രാവിലെ കുറ്റിപ്പുറത്ത് ഇറങ്ങാന്നൊക്കെ പ്ലാൻ ഇട്ട് ഏട്ടൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞു വന്നപ്പോൾ തന്നെ സമയം ഉച്ചയായിണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് നേരെ ഗണപതി ഭവനിക്ക് പോയിട്ടോ. അവിടുന്ന് ഒരു അടിപൊളി സദ്യം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാട്ടോ ഗണപതി ഭവൻ. ഇവിടുത്തെ നെയ് റോസ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ വടയും ചമ്മന്തിയും അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതാരെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓട്ടോയിലാട്ടോ ഞങ്ങൾ പോണത്. പോണ വഴിക്ക് ഞങ്ങൾ കൂറ്റനാട് KRL ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ, വീട്ടിലേക്ക് കുറച്ച് ബേക്കറി മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബേക്കറിയും വാങ്ങിച്ച് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇതാട്ടോ എൻ്റെ വല്യമ്മൻ്റെ വീട്. വല്യമ്മയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴും വീഡിയോ എടുക്കാൻ ഒരു ചടപ്പാട്ടോ. നമ്മൾ അറിയുന്ന ആൾക്കാരെ മുമ്പിൽ നിന്ന് ഞാൻ ക്യാമറ എടുത്തിട്ട് വരുമ്പോൾ അപ്പം പറയും, അവൾക്ക് യൂട്യൂബിലുള്ള കണ്ടന്റ് ആയിന്ന്. അത് കേൾക്കുമ്പോൾ ഒരു ചടപ്പാ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. അറിയാതൊക്കെ വീഡിയോ എടുക്കാന്നല്ലാതെ എന്താ പറയാ. നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയേക്ക് ബാക്കിലുള്ള ചാമ്പക്ക മരത്തിന്റെ അടുത്തേക്കാണ് പോയത്. അതിന്റെ മേലുള്ള ചാമ്പക്ക മൊത്തം പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ബാക്കിൽ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓർക്കാപ്പുളി മരം കണ്ടത്. കുറെ വർഷങ്ങളായിട്ടുള്ള ഓർക്കാപ്പുളി മരമാണ്. നല്ല പുള്ളിയുള്ള ഓർക്കാപ്പുളി. ഇതിനെന്താ വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, ഓർക്കാപ്പുളി ഇരുമ്പാമ്പുളി. ഇതന്നെയാണോ നിങ്ങളുടെ നാട്ടിലും ഇതിന്റെ പേര്? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അച്ചു ആദ്യം ഒരു ചെള്ള ഓർക്കാപ്പുളി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവന് പറയാം, ഇത് പുളിയൊന്നുമില്ല ചിഞ്ചുമാമിയെ, ഇത് സൂപ്പറാണ്, ഒരു പ്രശ്നവും ഇല്ല, അങ്ങോട്ട് നോക്കിയാൽ ഞാൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ച് കാണിച്ചില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു, നല്ല മൂത്ത ഒരു ഓർക്കാപ്പുളി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിച്ചപ്പോഴും അവന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ആവുന്നില്ല. പക്ഷെ ആൾക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അവൻ അത് മുഖത്ത് കാണിക്കാതെ ക്യാമറന്റെ മുമ്പിൽ കാണിക്കാതെ അവൻ അത് കഴിച്ചുട്ടോ. പാവാട്ടോ. പേട്ടന്റെ ചെറിയ മോളും അതേപോലെ തന്നെ ഒന്ന് കടിച്ചു നോക്കിയാണ്. പക്ഷെ അവൾക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അവൾ അപ്പം തന്നെ തുപ്പി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴത്തെ വീട്ടിലേക്ക് വന്നേ. അവിടെ അച്ഛമ്മനൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ നടക്കാൻ വേണ്ടി പോവാണ്. ഞാനും എൻ്റെ 2 ഇടത്തിയമ്മമാരും മക്കളും കൂടിയിട്ടാട്ടോ നടക്കാൻ വേണ്ടി പോണത്. ഞാനൊരു 3 വർഷമായിട്ട് അങ്ങോട്ട് വന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴേറ്റ അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ചെറിയ എടുത്തപ്പോൾ എനിക്ക് പറഞ്ഞു തരാറുന്നേ. അന്നും ഇന്നും ഈ റബ്ബറും കാടുകൾക്ക് ഇവിടെ ഒരു മാറ്റമില്ല കേട്ടോ. ഇവിടെ ഫുള്ള് റബ്ബറും കാടാണ്. എൻ്റെ വല്യമ്മന്റെ വീട് എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെ, പട്ടാമ്പിയിലാട്ടോ. പട്ടാമ്പി ചാത്തന്നൂരാണ്. ഇവിടെ വലിയൊരു മാറ്റം എന്ന് പറയാൻ ഈ ഒരു ഫാം ഹൗസ് ആട്ടോ. ഇതിൽ പശുക്കളുണ്ട്, പോത്തുകളുണ്ട്, വേറെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കണ്ടതാണ്. അങ്ങനെ അവിടെ ഒക്കെ കറങ്ങി തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ മക്കളുടെ കൂടെ കുറച്ചു നേരം ഒളിച്ചുകളിയൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരെ സാവിത്രിയേച്ചിന്റെ വീട്ടിലേക്ക് വന്നേ. ഇതിന്റെ ഇടയിൽ എനിക്കൊരു ആപ്പിൾ ചാമ്പയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പണ്ട് എന്റെ കട്ട കമ്പനി ആയിരുന്നു കേട്ടോ സാവിത്രിയേച്ചി. 2 മാസത്തെ വെക്കേഷനിലൊക്കെ ഞാൻ വല്യമ്മന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ ഇവിടെ ഒരു ആശ്രയം, വർത്താനം പറയാനും കളിക്കാനുള്ള ആകെ ഒരാളെന്ന് പറയുന്നത് സാവിത്രിയേച്ചി ആയിരുന്നു. അങ്ങനെ പണ്ടത്തെ ബന്ധമുതുക്കലും കഥകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നേ. വീട്ടിൽ ഉണ്ണിയായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കൂടെ പൊറാട്ടി അതും കഴിച്ച് ഞങ്ങൾ നേരെ കുറ്റിപ്പുറത്തേക്ക് പോന്നു കേട്ടോ.